അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്നത്തെ നമ്മുടെ ഇസ്ലാമിക് സ്പീച്ചിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ച് 5 കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്ത ഒരു സംഭവമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ യഖുദു അന്നി ഹാദിൽ കലിമാത്ത് ഫയഅമലു ബിഹിന്ന ഔ യുഅല്ലിമു മൻ യഅമലു ബിഹിന്ന. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരാണ് എന്നിൽ നിന്ന് ഈ വചനങ്ങൾ സ്വീകരിക്കുക, എന്നിട്ട് തദാനുസരണം അത് പ്രവർത്തിക്കുക, ജീവിതത്തിൽ പകർത്തുക, മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക, സ്വന്തം ജീവിതത്തിൽ പകർത്തുകയും പ്രവർത്തിക്കുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാരാണുള്ളത്. അപ്പോൾ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാൻ അത് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞു കൊടുക്കുകയാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫ അഹദ ബിയദി, എൻ്റെ കൈ പിടിച്ചു, ഫ അദ്ദ ഹംസൻ, അങ്ങനെ 5 കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. ഫഖാല, ഒന്നാമത്തത് ഇത്തഖിൽ മഹാരിമ, ഹറാമിനെ നീ സൂക്ഷിച്ചാൽ, തക്കുൻ അബ്ദന്നാസി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആരാധകൻ, അള്ളാഹുവിനെ ആരാധിക്കുന്നവൻ നീ തന്നെയായിരിക്കുന്നു. അതുകൊണ്ട് ഹറാമിനെ നീ സൂക്ഷിക്കണം. ഒന്നാമതായി പറഞ്ഞത് അതാണ്, ഹറാം. നമ്മൾ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യും, പക്ഷെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം അല്ലാഹു തആല നിഷിദ്ധമാക്കിയ, ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി നമ്മൾ വിട്ടുനിൽക്കണം. അതല്ലാതെ കുറേ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ട് അത് അർത്ഥപൂർണ്ണമാവണമെങ്കിൽ നിഷിദ്ധമായ, ഹറാമാക്കിയ കാര്യങ്ങൾ വിട്ടുനിൽക്കണം. നമുക്ക് പൊതുവെ നമ്മൾ കാണാം, നമസ്കരിക്കും, അതുപോലത്തെ വിഭാഗത്തുകളൊക്കെ ചെയ്യും, പലിശ വാങ്ങും, വ്യഭിചരിക്കും, മദ്യപിക്കും, അങ്ങനത്തെ ഒരു വിഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് അങ്ങനെ പാടില്ല. ഹറാമുകളെ പൂർണ്ണമായി സൂക്ഷിച്ചാൽ മാത്രമേ എന്താവുകയുള്ളൂ, പൂർണ്ണമായ ഒരു ആബിദാകുള്ളൂ. ഇനി ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ സ്വീകാര്യമാണെങ്കിൽ അതോടൊപ്പം ഹറാമായ കാര്യങ്ങൾ വിട്ടു നിൽക്കണം. അതൊക്കെയാണ് ഹറാമായ കാര്യങ്ങൾ. ഒന്ന്, ബഹുദൈവാരാധന. ഏകനായ അള്ളാഹുവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ബഹുദൈവാരാധന കഠിനമായ തെറ്റാണ്, കുറ്റകരമാണ്. അതുപോലെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലും അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടലും അത്തരത്തിൽ പെടുന്ന ഒന്നാണ്. അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ, അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടുകയും ചെയ്യാവൂ. രണ്ടാമത് പറഞ്ഞത് എന്താണ്? മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, മാതാപിതാക്കളെ ഉപദ്രവിക്കാൻ പാടില്ല. ഇന്ന് ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്കൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയുണ്ടാക്കിയ മാതാപിതാക്കൾക്ക് നമ്മൾ നന്മ ചെയ്യണം. നമ്മൾ എത്ര മാന്യന്മാരും സാമൂഹ്യ പ്രവർത്തകന്മാരും മറ്റുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവനും ആയിട്ടും മാതാപിതാക്കളെ നോക്കാതെയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും തന്നെ അവന് നല്ലൊരു ആബിദാവാൻ കഴിയുകയില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റിലല്ലാഹി റിലൽ വാലിദൈനി, അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. ശുഹത്തല്ലാഹി സുഹത്തൽ വാലിദൈനി, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപം. അപ്പോൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല, ഏകനായ അള്ളാഹുവിനെ ആരാധിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. പിന്നെ സൽക്കർമ്മം ചെയ്യേണ്ടത് കൊലപാതകം, അതൊക്കെ ഹറാമായ കാര്യങ്ങളാണ്. ഇതൊക്കെ ഇത്തക്കിൽ മഹാരിമ, ഹറാമിൽപ്പെട്ടതാണ്. മാതാപിതാക്കളെ ഉപദ്രവിക്കൽ, ബഹുദൈവ ആരാധന, അതുപോലെ തന്നെ കൊലപാതകം, ഒരു മനുഷ്യനെ യാതൊരു കാരണവുമില്ലാതെ കൊല്ലുക എന്നുള്ളതും ഭയങ്കരമായ കുറ്റകരമായ കാര്യത്തിൽപ്പെട്ടതാണ്. അതുപോലെ മദ്യപിക്കലും ഹറാമാണ്, ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. മദ്യപിക്കുന്നവൻകൽ ആബിദിൽ വഫനീനാണ്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെ പോലെയാണ് മദ്യപാനി. മദ്യപാനവും കടുത്ത തെറ്റാണ്, നിഷിദ്ധമാണ്, അതും നമുക്ക് ചെയ്യാൻ പാടില്ല. പിന്നെയുള്ളത് വ്യഭിചാരം. വ്യഭിചാരം ഒരുപാട് വ്യഭിചാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ സമൂഹം
പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും തന്നെ വ്യഭിചരിക്കാൻ പാടില്ല. വലാ തഖ്റബുസ്സിന ഇന്നഹു കാന ഫാഹിശത്തൻ വസാഅ സബീല. വ്യഭിചാരം കൊണ്ട് നിങ്ങൾ അടുക്കരുത്, അത് ചീത്തയാണ്, മ്ലേച്ഛമാണ്, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. സത്യവിശ്വാസിയായ മനുഷ്യൻ മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവൻ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ വർജിക്കണം. അപ്പോൾ മദ്യപാനം പാടില്ല, വ്യഭിചാരം പാടില്ല, ചൂതാട്ടം, ചീട്ടുകളി, പണം വെച്ചുകൊണ്ടുള്ള ഒരു കളിയാണത്, അതും നിഷിദ്ധമാണ്. അനാഥകളുടെ ധനം ഭക്ഷിക്കുക, അതുപോലെ തന്നെ പലിശ തിന്നുക, അതുപോലെ തന്നെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കേണ്ടുന്ന കാര്യങ്ങളാണിതൊക്കെ. ഇത്രയും കാര്യങ്ങളെ നീ മഹാരിമായ ഹറാമായ കാര്യങ്ങളെ നീ സൂക്ഷിച്ചാൽ, എന്നാൽ നീ ചെയ്യുന്ന എല്ലാ പുണ്യകർമ്മങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാണ്. അതുകൊണ്ട് നീ ഏറ്റവും വലിയൊരു ആബിദാണ്. ഏറ്റവും വലിയ ആബിദാവണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം. രണ്ടാമത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വൈറുള്ള ബിമാ ഖസമല്ലാഹു ലക തകുന അനന്നാസ്. അള്ളാഹു നിനക്ക് നൽകിയത് അതുകൊണ്ട് നീ തൃപ്തിപ്പെടുക. എന്നാൽ ഏറ്റവും വലിയ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഐശ്വര്യവാൻ നീ തന്നെയായിരിക്കും. മേൽപോട്ട് നോക്കാതെ, മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ, നമുക്ക് അള്ളാഹു നൽകിയത് കൊണ്ട് തൃപ്തിപ്പെടുക. അതുകൊണ്ട് നമ്മൾ ജീവിക്കുക, സന്തോഷിക്കുക, കീഴ്പോട്ട് നോക്കുക. തന്നേക്കാൾ മോശമായ സാമ്പത്തികവും സാമുദായികവും ശാരീരികവും മാനസികവുമായിട്ട് കഴിയുന്നവരുണ്ടാവാൻ, അവരെക്കാൾ മെച്ചപ്പെട്ടവൻ ഞാൻ തന്നെയാണല്ലോ എന്ന് ചിന്തിക്കുക. മേലോട്ട് നോക്കാതിരിക്കുക, ആർത്തി ഇല്ലാതിരിക്കുക. അള്ളാഹു നൽകിയത് കൊണ്ട് മാത്രം സന്തോഷിച്ചുകൊണ്ട് ജീവിച്ചാൽ ഏറ്റവും വലിയ ഐശ്വര്യവാൻ നീ തന്നെയായിരിക്കും. മൂന്നാമത് പറഞ്ഞത് വഹസിൻ ഇല ജാരിക തെക്കുൻ മൂമൻ. അയൽവാസികൾക്ക് നന്മ ചെയ്താൽ നീ ഒരു സത്യവിശ്വാസിയാവും. എൻ്റെ അയൽവാസി നമ്മളെ ഒമൻ ഖാൻ യൂമിന് ബില്ലാ വൽ യൗമിൽ ആഖിർ ഫൽ യുക്രിം ജാറഹു. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ അയൽവാസിയെ ബഹുമാനിക്കട്ടെ, അയൽവാസിയെ ആദരിക്കട്ടെ. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ വയറിനിറച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല. പാകം ചെയ്ത ഭക്ഷണത്തിൽ വെള്ളം കലർത്തി നീട്ടിയിട്ടെങ്കിലും നീ അയൽവാസിയെ സഹായിക്കണം. നിന്നെക്കുറിച്ച് നന്മ പറയാൻ എൻ്റെ അയൽവാസിയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്നിട്ട് കുറേ കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. കൂട്ടത്തിൽ അയൽവാസിയുടെ കാര്യങ്ങളും പറഞ്ഞു. ആ സമയത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു അയൽവാസിക്ക് സമ്പാദിച്ച സമ്പത്തിൽ നിന്ന് നമ്മൾ മരിച്ചാൽ നമ്മളുടെ സമ്പത്തിൻ്റെ അവകാശികൾ നമ്മളെ മക്കളാണല്ലോ, അതേപോലെ അയൽവാസിക്കും അനന്തരാവകാശമുണ്ടാകുമോ എന്ന് ജിബ്രീൽ എന്നോട് പറയുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. അപ്പോൾ അയൽവാസികളെ ആദരിക്കണം, ബഹുമാനിക്കണം, ഉപദ്രവിക്കാൻ പാടില്ല. അത് സത്യവിശ്വാസത്തിൻ്റെ അടയാളമാണ്. അയൽവാസി തൻ്റെ ദ്രോഹത്തിൽ നിന്ന്, ഉപദ്രവത്തിൽ നിന്ന് സുരക്ഷിതമായിരിക്കണം. എന്ന് വെച്ചാൽ അയൽവാസി നമ്മൾ ഒരിക്കലും തന്നെ ഉപദ്രവിക്കാൻ പാടില്ല. നാലാമത്തത് വഹ്സനിൽ ഇന്നാസി മാ തൊഹിബു നഫ്സിക തെക്കുൻ മുസ്ലിമൻ. നിനക്ക് ഇഷ്ടപ്പെടുന്നത് എൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നു, എന്നാൽ നീ ഒരു യഥാർത്ഥ മുസ്ലിമായി. ലാ യുഅ്മിനു അഹദുക്കും മത്താ അഹബ്ബ ഇലൈഹി വമാ തുഹിബ്ബു നഫ്സിക. നിനക്ക് തനിക്ക് താൻ ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളാരും സത്യവിശ്വാസികളാവുകയില്ല. ഈ കാലഘട്ടത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളാനുള്ള പ്രയാസമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. കുടുംബത്തിൽ മത്സരം, അയൽവാസികൾ മത്സരം, നാട്ടുകാർ മത്സരം, രാജ്യങ്ങൾ മത്സരം. നമുക്ക് എന്താണോ ആകാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ അയൽവാസിയും ആവണം. നമ്മളെ മക്കൾ എന്താണോ ആകാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അയൽവാസിയുടെ മക്കളും ആവണം. അതുകൊണ്ട് എല്ലാ മേഖലകളിലും നാം ഇഷ്ടപ്പെടുന്നതൊക്കെ നമ്മുടെ അയൽവാസിക്കും ഉണ്ടാവാൻ നമ്മൾ ആഗ്രഹിക്കണം. അവൻ ഉപദേശിച്ചു കൊടുക്കണം. അതാണ് സ്വാർത്ഥത ഇല്ലായ്മ, നിസ്വാർത്ഥത എന്ന് പറയും. യഹ്സദൂനന്നാസ് അലാ മാ അതാഹുമുല്ലാഹു മിൻ ഫളിഹി. അള്ളാഹുവിൻ്റെ അനുഗ്രഹം മറ്റുള്ളവർക്ക് നൽകുന്നതിൽ നിങ്ങൾ എന്തിനാണ് അസൂയപ്പെടുന്നത്? ആ അസൂയ കൊണ്ട് നിങ്ങൾക്ക് ഒന്നും നേടാനില്ല. നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അസൂയ കൊണ്ട് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അതുകൊണ്ട് തനിക്ക് ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ സത്യവിശ്വാസിയാകുകയില്ല. അപ്പോൾ ഈ 4 കാര്യങ്ങളും നിങ്ങൾ വർജിക്കണം. 5ാമത്തെ കാര്യം പറഞ്ഞത് വലാ തുക്സിറുൽ ലഹിക. ചിരിയെ അധികരിപ്പിക്കരുത്. ഇന്ന് ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചിരിക്കാൻ വകയില്ലെങ്കിൽ കോമഡി എന്ന് പറയുന്ന ചില ഷോകളൊക്കെ യൂട്യൂബിലും നെറ്റിലൊക്കെ കാണാം. കോമഡി എന്ന് പറഞ്ഞാൽ ചിരിപ്പിക്കാവുന്ന ഒരു സംവിധാനം. അവർ ചിരിക്കുകയില്ല, നമ്മളെ ചിരിപ്പിക്കുക. ചിരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്കറിയുന്നത് നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ ചിരിക്കുകയില്ല. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, നബിയെ എന്താണത്? സ്വർഗവും നരകവും തന്നെ. നരകത്തിൽ പോകേണ്ടവരാണ് നമ്മളെന്ന് ബോധമുണ്ടായാൽ നമുക്ക് ചിരി വരികയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതാനും
സമയങ്ങളിൽ മാത്രമേ പുഞ്ചിരിച്ചിട്ടുള്ളൂ, അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചിട്ടില്ല. പൊട്ടിച്ചിരിക്കൽ ഇന്ന് വെറും ഒരു ഫാഷനാ, ചിരിക്കാത്തവൻ സുബ്ഹാന റബ്ബി ഭോഷന. പൊട്ടിച്ചിരിച്ച് കൊണ്ട് നീ ഞെളിയുന്നു, കടയിൽ കഫൻ തുണി നിന്നെയും നോക്കുന്നു. പൊട്ടിച്ചിരിക്കൽ ഇന്നൊരു ഫാഷനാണ്. ചിരിക്കാത്തവനെ ചിരിപ്പിക്കാൻ വേണ്ടിയാണ് കോമഡികളൊക്കെ ഉണ്ടാക്കുന്നത്. അത് കണ്ട് നമ്മളിങ്ങനെ ചിരിച്ച്, അത് കണ്ടാലും പിന്നെയും കഥ ആലോചിച്ചൊക്കെ ചിരിക്കുന്ന ഒരു കാലഘട്ടം. അതൊരു ഫാഷനാണ്. അങ്ങനെ ചിരിക്കാത്തവൻ ഓൻ സമൂഹത്തിൽ ഭോഷനാണ്. പക്ഷേ പൊട്ടിച്ചിരിച്ചു കൊണ്ട് നീ ഞെളിയുന്നു, പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. തൊട്ടടുത്ത തുണിക്കടയിൽ നിന്നെ കഫൻ ചെയ്യാനുള്ള തുണി എത്തിയിട്ടുണ്ട്. പൊട്ടിച്ചിരിച്ച് കൊണ്ട് നീ ഞെളിയുന്നു, കടയിൽ കഫൻ തുണി നിന്നെയും നോക്കുന്നു. കടയിൽ നിന്നെ കഫൻ ചെയ്യുവാനുള്ള കഫൻ തുണി കടയിൽ അത് എത്തിയിട്ടുണ്ട്. ആ തുണി ഞാൻ റോട്ടിലൂടെ പോകുമ്പോൾ നിങ്ങൾ നോക്കുകയാണ്. നിങ്ങൾ നടക്കുക, നിന്നെ പൊതിയുവാനുള്ളതാണ് ഞാൻ, എന്നിലാണ് നിന്നെ പൊതിയുക. അപ്പോൾ അത്രയും മരണം നമ്മോട് അടുത്താണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചിരിക്കുക? അപ്പോൾ ചിരി അധികരിപ്പിക്കാൻ പാടില്ല, ആവശ്യത്തിനൊക്കെ ചിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2-3 തവണ പുഞ്ചിരിച്ചിട്ടുണ്ട്. കൂടുതൽ ചിരിച്ചാൽ എന്താണ്? തമൂത്തുൽ കൽബ്, ഹൃദയം മരിക്കുന്നതാണ്. എന്നുവെച്ചാൽ ഹൃദയ സാന്നിധ്യം നഷ്ടപ്പെടും. ഹൃദയസാന്നിധ്യം നഷ്ടപ്പെട്ടും ഹൃദയത്തിന് കട്ടിയാവും. പിന്നെ ഈമാൻ ഉണ്ടാവില്ല, ഇഖ്ലാസ് ഉണ്ടാവില്ല. അപ്പോൾ ഹൃദയമാണ് എപ്പോഴും സംശുദ്ധമാക്കുന്നത്. ചിരിച്ചാൽ ഹൃദയത്തിൻ്റെ ആ കഴിവ്, ശക്തി ഇല്ലാതെയായിത്തീരും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, 5 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നാം പറഞ്ഞതും കേട്ടതും അല്ലാഹു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. കൂടുതൽ പറയുവാനും പഠിക്കുവാനും അതനുസരിച്ച് അമൽ ചെയ്യുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തആലയ്ക്ക് ഇബാദത്തെടുക്കാൻ ആഫിയത്തോടു കൂടി ദീർഘായുസ്സും ആരോഗ്യവും നമ്മൾക്കും നമ്മളെ വേണ്ടപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരക രോഗങ്ങൾ, അപകട മരണങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളെ മക്കളെ നന്നാക്കട്ടെ. അവരുടെ പഠനത്തിലും ജോലിയൊക്കെ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കളെ, കുടുംബാദികളൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനം നമ്മെ എല്ലാവരെയും ഈമാൻ കിട്ടി മരിക്കാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.